കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ മാമ്പഴം പച്ചടി, മധുരമുള്ള പച്ചടി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം പച്ചടിയാണ്. 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ മാങ്ങയാണ്, ചന്ദ്രക്കാരൻ മാങ്ങയൊന്നുമല്ല. അപ്പോൾ അത് നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഇതിൻ്റെ മാങ്ങാണ്ടി ചേർത്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലാതെ കഷ്ണം മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം. മാമ്പഴം നമ്മളിത് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് അടുപ്പത്ത് വയ്ക്കാൻ പോകുന്നു. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കണം. കാര്യം വെള്ളം പെട്ടെന്ന് പറ്റിപ്പോവും, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ഇടണം, അല്ലെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും മാങ്ങയ്ക്ക്. ഇതൊരു നല്ല മധുരമുള്ള മാങ്ങയാണ്. അതുപോലെ തന്നെ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഇതിന് വേണ്ടത് തേങ്ങയാണ്. ഞാനിതൊരു ചെറിയ മീഡിയം സൈസ് തേങ്ങയുടെ 1 മുറി തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് തേങ്ങയുണ്ട്. പിന്നെ ആ തേങ്ങയിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ മിക്സിയിൽ ചതയ്ക്കുന്ന കാരണം കടുക് നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ വളരെ ഇതാണ്. അതുകൊണ്ട് ഇത് ചതച്ചെടുത്താണ്, ഇതുപോലെ കല്ലിൽ ചതച്ചെടുത്താണ്. ഒരു 1/2 ടീസ്പൂണുണ്ട് കടുക് ചതച്ചത്. അതുപോലെ 2 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കടുക് അത് ചേർക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, ഞാൻ ചെറിയ 2 പച്ചമുളക് ചതച്ചിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ശർക്കരയാണ്. ഇത് മാങ്ങയുടെ മധുരം അനുസരിച്ച് ചേർക്കണം. ഈ മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാനൊരു 2 സ്പൂൺ ശർക്കര മാത്രമേ ചേർക്കുന്നുള്ളൂ. 2 സ്പൂൺ. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, അത് ഒരുപാട് അരയണ്ട, എന്നാലും അവിയലിന് അരയ്ക്കുന്നതിലും കുറച്ചുകൂടെ ഒന്ന് ചതച്ചിട്ടുണ്ട്. ആ തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കുകയാണ്. നമ്മുടെ മാമ്പഴം പച്ചടി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിന് കടുക് വറുത്ത് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ചു. ഞാൻ ഒരു വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അര ടീസ്പൂൺ കടുകും ചേർത്തു. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുക. അപ്പോൾ നമ്മുടെ മാമ്പഴം പച്ചടി തയ്യാറായി കഴിഞ്ഞു. വളരെ വേഗത്തിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്നേ ഉള്ളൂ.